ബേബി ഹൽദാർ ജനിച്ചത് കാശ്മീരിലാണ്, അവർ വളർന്നത് ബംഗാളിലാണ്, പക്ഷെ അവരെ ജോലി ചെയ്തത് എവിടെയാ? ഡൽഹിയിൽ. ഇവർക്ക് 12ാമത്തെ വയസ്സുള്ളപ്പോൾ ഇവരെ കല്യാണം കഴിപ്പിച്ചു വിടുകയാണ്. ഏകദേശം 30 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഇയാളാണെങ്കിലോ മാനസികമായും ശാരീരികമായിട്ടും ഇവളെ പേടിപ്പിക്കുകയാണ്. 3 കുട്ടികളുണ്ടായി. ഇയാളുടെ ഉപദ്രവം സഹിക്കാൻ പറ്റണില്ല. അവസാനം എന്ത് ചെയ്തു? ഈ 3 കുട്ടികളെടുത്ത് ഇവളെ നാട് വിടുകയാണ്. നാട് വിട്ട് എത്തിപ്പെടുന്നത് ബംഗാളിലാണ്. ബംഗാളിലെ ഡോക്ടർ പ്രബോധ് കുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ വീട്ടുജോലിക്കാരിയായിട്ട് ഇവരെത്തുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ വീട് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യും? ഇവർ ലൈബ്രറി വൃത്തിയാക്കും, പുസ്തകങ്ങളൊക്കെ തുടയ്ക്കും. ഇവർ ഓരോ പുസ്തകം എടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് വായിക്കും. അപ്പോൾ ഈ ഡോക്ടർ പ്രബോധ് കുമാർ എന്ത് ചെയ്തു? ഇവരെ ആ ഒരു വാസന തിരിച്ചറിയാണ്. ലൈബ്രറി മുഴുവൻ സമയം തുറന്നിടുകയാണ്. മുഴുവൻ സമയം തുറന്നിട്ട് പറയാണ്, ഈ ലൈബ്രറി നിനക്ക് കൂടി ഉള്ളതാണ്. ഇവളെന്ത് ചെയ്തു? വേഗത്തിൽ പണികൾ ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള സമയമൊക്കെ ബുക്കുകൾ വായിക്കും. അദ്ദേഹം കുറച്ച് പാനയും പേപ്പറൊക്കെ മേടിച്ചിട്ട് ഇവരോട് പറയാണ് മനസ്സിലുള്ളത് എഴുതാൻ പറയാണ്. അങ്ങനെ അവരുടെ മനസ്സിലുള്ളത് കുത്തിക്കുറിച്ചു. 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അല്ലേ, വാക്കുകൾ വരുന്നില്ല. ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് 40ാമത്തെ വയസ്സിൽ ആലോ അന്തേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മകഥ എഴുതണം. ഈ പുസ്തകം ഭയങ്കര പ്രശസ്തമായി. പല ഭാഷയിലേക്ക്, മലയാളം ഉൾപ്പെടെ പല ഭാഷയിലേക്ക് എന്ത് ചെയ്തു? തർജ്ജിമ ചെയ്തു. ഇന്ന് അവർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരിയാണ്. ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ ഉൾപ്പെടെ 13 ഭാഷയിൽ അവർ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്.